ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ നനച്ചതെന്ന് പറയാം. ഇത് കടയിൽ നിന്നും വാങ്ങിയ പൊടിയാണ്, അരിപ്പൊടി. മറ്റേ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടി. ഇതിൽ 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. അതിന് പാകത്തിന് ഉപ്പിട്ടു. ഇതിൽ 1 ഗ്ലാസ് വെള്ളം തന്നെ അതിനകത്തേക്ക് വെച്ചിരുന്നു. അത് കുതിർന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നനച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചതാണ്. അപ്പോഴാണ് വീഡിയോ പിടിക്കുന്ന കാര്യം ഞാൻ ഓർത്തുള്ളൂ. അപ്പം പിന്നെ അത് ഓഫ് ചെയ്തിട്ടായിരുന്നു. അപ്പം തന്നെ ആകും. അപ്പോൾ ഞാൻ ഇത് പൊടിയിട്ടെ. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പുട്ടൊക്കെ എന്നാലും ഇതറിയില്ലാത്ത പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഓരോന്ന് ചെയ്യുമ്പോഴും ഇടുന്നതാണ്. അത് അറിയാവുന്നവർ അതിന് മറ്റൊരർത്ഥം കാണണ്ട. ഇതിപ്പോൾ നല്ല ഉതിർന്ന പോലെയാണ് ഞാൻ പൊടി. ഒരു ദിവസമല്ലേ പൊടി ഇങ്ങനെ ഇത്തിരി അമർത്തി വെച്ചു. ഒത്തിരി നേരം കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ പല പണികളും എടുത്ത് നടന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉപ്പൊന്നും പറഞ്ഞും കൊണ്ട് മണം വിട്ട പോലെ ഒരു കൊക്ക് പോയി. എൻ്റെ ഒരു കണപ്പുട്ട് മോളി ചെന്നുകൊണ്ട് അടിച്ച് താഴോട്ട് വീണു. അങ്ങനെ കുത്തിയമർത്തി ആരും വെക്കരുത്. അപ്പം ഞാനത് വെക്കട്ടേട്ടാ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും ഞാൻ ചായ 2 വെക്കട്ടെ. അങ്കിള് വരാറായി. അപ്പോൾ ഞാൻ ചായയാണ് വെക്കേണ്ടത്. ഒരു കണ പുട്ട് ഉണ്ടാക്കി അത് റെഡിയാക്കി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ ആണെങ്കിൽ വെച്ചിട്ടുണ്ട്. 2ാമത്തെ കണ ആവി വന്നു. അത് ഞാൻ മൂടട്ടെ. എന്നുവെച്ചാൽ ചിരട്ടയിട്ടിട്ടാണ് മൂടുന്നത്. അതിനൊരു പ്രത്യേക ഇതുണ്ട്, ഔഷധ ഗുണമുള്ളതാണ് ചിരട്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ നോക്കി. അപ്പോൾ ഫ്രിഡ്ജിൽ എന്താ കറിക്കുള്ളതെന്നുള്ളത് നോക്കണമല്ലോ. എന്ത് ചെയ്യണം, കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒക്കെ ഞാനിവിടെ തന്നെ നട്ടുപിടിപ്പിച്ചതൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. വഴുതനങ്ങ ഇരിപ്പുണ്ട്, വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, അച്ചിങ്ങ ഒരിത്തിരി ഉള്ളൂ കേട്ടോ. അച്ചിങ്ങ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഈ അച്ചിങ്ങകളെ കൂട്ടി ഏത്തക്ക ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ ഏത്തക്ക കൂട്ടി അങ്ങൊരു തോരൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ കഞ്ഞിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്കിളുടെ ബർത്ത്ഡേ 2 കപ്പങ്ങ കൊണ്ടത്. 2 അല്ല, അതിൽ കൂടുതലുണ്ടായി. കാരണം അവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. നല്ലോണം പഴുത്ത കപ്പങ്ങയാണ്. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തതിൻ്റെ ഒരു പീസാണത്. അതവിടെ ഇരിക്കട്ടെ. ഏത്തക്കായ നാരരും ചീന്തിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണ്. ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിയുന്നത്, ഒരുപാട് വലിപ്പത്തിലല്ല അരിയുന്നത്. ഞാനിനി ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് ചെയ്യാതെയും കൊണ്ട് ഒരെണ്ണം ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരെണ്ണം ചെയ്യുക. അതിൻ്റെ പിന്നാലയ്ക്ക് സ്വയം ചെയ്തു പോകുന്നുള്ളൂ. ഇതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ഞാനിവിടെ തന്നെ ഈ മുറ്റത്തും ഈ പെരയുടെ മുകൾ ഭാഗത്തും ഒരിത്തിരി സ്ഥലമുള്ളൂ. ആ ഒരു ഇത്തിരി സ്ഥലത്താണ് ഞാൻ ഈ ഇത്രയൊക്കെ ഒപ്പിച്ച് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് വിൽക്കാനും കൂടി ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് വിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് വഴുതനങ്ങയുണ്ട്, അത്യാവശ്യം വെണ്ടക്ക, പിന്നെ പയറ്, മുളക്, അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത്. വിളവെടുത്തുകൊണ്ടിരിക്കുക. കോവൽ ഇവിടെ ഒരെനം ഉണ്ടായിട്ട് ഞാൻ വേറൊരെനം കൂടി കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയണത്, വിഷമടിക്കാത്തത് കുറച്ചെങ്കിലും ഇലക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാമല്ലോ. ചട്ടിയിൽ നടാവുന്നതാണ് പൊന്നാങ്കണ്ണി ചീര. അതുപോലെ പയർ വളർന്നു പോകുമ്പോൾ 10 കട പയറുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് കിള്ളി അതെടുത്ത് തോരനുണ്ടാക്കാം. വേറെ എന്തെങ്കിലും കൂടി കൂട്ടി ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു സവാള എല്ലാവരും ചേർത്ത് വരുമ്പോൾ തോരൻ കഴിക്കാനുള്ളത് ഉണ്ടാക്കിപ്പോയാൽ. ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അതും മനസ്സിനൊരു തൃപ്തി നൽകുന്നതാണല്ലോ. വെയിൽ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. ഞാൻ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഓരോന്നിൻ്റെ കടയ്ക്ക് ഇടുന്നത്. കടയ്ക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരുമാതിരി ഇപ്പം ഞാനിപ്പോൾ വെയിലത്തിട്ടിരിക്കുന്നത് ചക്ക മടൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് വെയിലത്തേക്ക് ഇട്ടേക്കണത്. നമ്മൾ ഈ കരിയിലൊക്കെ നിറയ്ക്കുന്നതിന് പകരം ഇത് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ നനച്ച് കൊടുക്കും തോറും അതിൻ്റെ എല്ലാ സത്തും ഈ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടാണ്, ഇതിലൊക്കെ നല്ല പോഷകാംശങ്ങളുള്ളതാണല്ലോ ചക്കമടലിലൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ചക്കമടലും കിട്ടുന്നത് എന്താണോ അതെല്ലാനും ഞാൻ വെയിലത്തൊട്ട് ഉണക്കുകയാണ്. ഇനി അല്പം പൂക്കൾ കാണാം. 10 മണി ചെടികളാണ് ഈ കാണുന്നതൊക്കെ. നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. കിളികളുടെ സൗണ്ടും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. ഇതിനൊന്നും വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ആ ഓസിൻ്റെ ഉള്ളിലൊക്കെയാണ് നട്ടിരിക്കുന്നത്. ഇത് അടീനിയം. ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതും ഈ പറഞ്ഞ പോലെ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് അടീനിയം. ഇത് പ്രിങ്ക റോസ്. എനിക്ക് 1-2 കട തൈ എനിക്ക് കിട്ടിയിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് ഒടിച്ചു കുത്തിയാണ് ഇത്രയും ഒപ്പിച്ചത് കേട്ടോ. പിടിന്ന് വളർന്നു വരും. ഞങ്ങൾ ഷീറ്റ് കടയിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. തോരൻ ഉണ്ടാക്കാനായിട്ട് പാത്രം അടപ്പത്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പാണ്. വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ ചുമന്നുള്ളി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലയും മുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയും അച്ചിങ്ങാപ്പയറും ഇട്ട് കൊടുക്കാം. ഇത് വറവായി ഇട്ട് കൊടുക്കാം.
കൂടി യോജിപ്പിക്കാം. അല്പം വെള്ളം വാറ്റിക്കാനുണ്ട്, തോർത്തിയെടുക്കണമല്ലോ. അതായിട്ടുണ്ട്. ഇതിനെ ചൂടാറി കഴിയുമ്പോൾ ഇതിനോട് യോജിക്കും. ഇത്രയും വെള്ളമൊക്കെ ആവാം. അത് ഇതിനോട് പെരണ്ടു വരും. തീ ഓഫ് ചെയ്യണം. തോരൻ റെഡിയായി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.